ഹലോ ഗൈസ്, ഇന്നപ്പോൾ ടേബിൾ ക്ലോത്തിലെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പെയിൻറ്റിങ് കാണാം കേട്ടോ. ഞാൻ മുന്നേ ഫാബ്രിക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് ഒന്നും അങ്ങനെ അധികം ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് വേണ്ട ഡിസൈൻ ആദ്യം തന്നെ ഒരു പേപ്പറിൽ വരച്ചിട്ട് നമുക്ക് തുണിയിലേക്ക് അതൊന്ന് പകർത്തിയെടുക്കാം കേട്ടോ. ഞാൻ ഒരു പെൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അത് വരച്ചെടുക്കണേ. പിന്നെ ഈ ബ്രഷുകൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെന്നുള്ള ബ്രഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ. പിന്നെ ഇവിടെ ഫ്ലവറിന് വേണ്ടിയിട്ട് വൈറ്റും പിങ്കും കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് എംബ്രോയിഡറി ഹുക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പേപ്പറിൽ വിരിച്ചിട്ട് വരച്ചാലും മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വൈറ്റ് ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലുള്ള ഷെയ്ഡിങ് മുന്നേ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ കുറച്ച് നോക്കിയിട്ടാണ് ഇത് ചെയ്യണത്. ശരിക്കും ഇതുപോലെ ബേസ് കോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നല്ല ഭംഗിയിൽ തന്നെ ബ്ലെൻഡായിട്ട് വരുന്നുണ്ടായിരുന്നേ. ഞാൻ ഫസ്റ്റ് സൈഡിൽ കൊടുത്തപ്പോൾ ഇതുപോലെ ഫുള്ള് ബേസ് കോട്ട് കൊടുത്തതിന് ശേഷമായിരുന്നു കേട്ടോ പെയിൻറ്റ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ അത് ബ്ലെൻഡിങ് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സൈഡ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി കേട്ടോ. ഈ പൂ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ കുറേ പ്രാവശ്യം ഇരുന്ന് ആ ഷെയ്ഡിങ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ പ്രാവശ്യം ഇതുപോലെ കളറുകൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ആദ്യം തന്നെ ആ ബേസ് കോട്ട് കൊടുക്കാതെ ഫസ്റ്റ് ഈ കളർ വെച്ച് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നിയിട്ടാ. സെക്കൻഡ് ഫ്ലോർ ചെയ്തപ്പോൾ ഞാൻ അതുപോലെയായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ മെയിൻ ക്ലോത്തിൽ ചെയ്യാണ്ട് വേറൊരു ക്ലോത്തിൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നണം കേട്ടോ. ഞാൻ ആദ്യം തന്നെ മെയിൻ ക്ലോത്തിലാണ് ചെയ്തത്. എന്തായാലും ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. ഇതുപോലുള്ള പ്ലെയിൻ ക്ലോത്തിലൊക്കെ ഇതുപോലെ ചെറിയ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഓൺലൈനിലൊക്കെ ഒരുപാട് നോക്കി കഴിഞ്ഞാൽ കുറേ റെഫറൻസ് ഒക്കെ കിട്ടി. ഞാൻ കുറേ നേരം എടുത്തിട്ടാണ് കേട്ടോ ഈ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തത്. ബാക്കിയെല്ലാം എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നി. ഈ ഡിസൈനിൽ ഏറ്റവും വലുതായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്ലവർ തന്നെയായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ഡിസൈൻസ് ആയിരുന്നേ. ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫ്ലവറിനും അതുപോലെ തന്നെ ഈ മുട്ടുകൾക്കൊക്കെ ഞാൻ ഈ സെയിം കളർ തന്നെയാണ് കേട്ടോ കൊടുത്തത്. ലീവ്സ് എല്ലാം ഞാൻ ഗ്രീനും അതുപോലെ തന്നെ യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തത്. ലീവ്സിൻ്റെ ഭാഗം എത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്ക് ബ്ലെൻഡിങ്ങിൻ്റെ ഒരു ടെക്നിക്സ് ഒക്കെ കുറച്ചും കൂടി മനസ്സിലായി. അപ്പോൾ എനിക്കത് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ എല്ലാം വേഗം വേഗം ചെയ്ത് തീരുന്നുണ്ടായിരുന്നേ. പിന്നെ അതിലെ തണ്ടുകളൊക്കെ ഞാൻ ഗ്രീൻ കളർ കൊടുത്തു കേട്ടോ. പിന്നെ ഇതുപോലെ ചെറിയ ലീവ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടും എനിക്ക് ആ പൂവിൽ എന്തൊക്കെയോ അപാകത തോന്നി. പിന്നെയും ഞാൻ അതിന് തന്നെയാണ് കേട്ടോ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത്. അതും പോരാഞ്ഞിട്ട് അവസാനം വീണ്ടും ഞാൻ വൈറ്റ് എടുത്ത് വീണ്ടും ഇതുപോലെ ഒന്ന് ഷെയ്ഡിങ് കൊടുത്ത് നോക്കിയേ. പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നേ. ക്യാമറയിൽ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു അപാകത എവിടേക്കോ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ മിഡിൽ പൊസിഷനിലായിട്ട് കുറച്ച് വൈറ്റും യെല്ലോവും കൂടി മിക്സ് ചെയ്ത് ഒരു ഷെയ്ഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പെയിൻറ്റിങ് മുഴുവനായി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ ലേസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറയണേ. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ.